ഈ ഒരു വീഡിയോ എനിക്ക് അത്രയും മൂഡ് ഓഫ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഞാൻ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു വണ്ടി സർവീസ് ചെയ്യാൻ പോകുന്നതും ഫുഡ് കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആവേശത്തിലൊരു യാത്ര പോകുന്ന വീഡിയോ ആയിരിക്കും. അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ആദ്യം തന്നെ മഴയുണ്ട്, അപ്പോൾ കോട്ടിടാം. ആവേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂരേക്ക് വണ്ടി എടുത്തിട്ട് പോണത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ നല്ല മഴയുണ്ട്. അപ്പം നല്ല വൈബിലായിരുന്നു പോയത്. പക്ഷേ ഈ ഒരു വൈബൊന്നും ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഉണ്ടായിട്ടാ. അങ്ങനെ ഞാൻ കോട്ടക്കെട്ട് റെഡിയായി. ഷോൺ റെഡി ആയിട്ടില്ല. ഞാനുണ്ടല്ലോ കോട്ടക്കെട്ട് റെഡിയായി, പക്ഷേ ഓന് റെഡി ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓൻ എന്നോട് ഇന്നും 10 മിനിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇത്താത്തൻ്റെ മോൻ്റെ കൂടെയാണ് ഞാൻ പോണത്. അപ്പം നമുക്ക് എന്തായാലും പോവാം. എനിക്ക് കുറച്ച് സമയം അവിടെ പോയിട്ടിരിക്കാം. വണ്ടിയും കൊണ്ട് ഞാൻ കണ്ണൂരേക്ക് പോക്ക് വളരെ കുറവാണ്. കാരണം ദൂരം ഒന്നാമത്, പിന്നെ അവിടുത്തെ സർവീസ് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അപ്പം ഇന്ന് വണ്ടി വാട്ടർ സർവീസൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പോയത്. മെയിനായിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മീറ്റർ കേബിൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പം അതും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബോക്സിൻ്റെ അടുപ്പ് ശരിക്കും അടയുന്നില്ല. ഇത് രണ്ടായിരുന്നു എൻ്റെ പ്രശ്നം. പിന്നെ നോർമലി ഓയിൽ ചേഞ്ച് ചെയ്യാനുണ്ട്. അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. ഞാൻ കുറേ വർക്ക്ഷോപ്പിൽ പോയി നോക്കിയിട്ടാണ് മീറ്റർ കേബിൾ മാറ്റി തരാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്നാമത് ദൂരമല്ലേ വിചാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകാൻ ഇത്രയും ദിവസം മടി കാണിച്ചത്. അങ്ങോട്ടേക്ക് പോകണം പിന്നെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇന്ന് പിന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സബൂനെയും കൂട്ടിയിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയ സമയത്ത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായത് എൻ്റെ പ്രശ്നം പറഞ്ഞു. അതായത് വണ്ടിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, അപ്പോൾ മീറ്റർ കേബിൾ മാറ്റണം, അതുപോലെ തന്നെ ഓയിലും ചേഞ്ച് ആക്കണം, വേറൊന്നും മാറ്റണ്ട, ബാക്കിയെല്ലാം നമുക്ക് നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടിക്ക് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ദൂരം ആവശ്യമില്ലല്ലോ, വരേണ്ട ആവശ്യമില്ല വിചാരിച്ചിട്ടാണ്, മീറ്റർ കേബിൾ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായത്. അങ്ങനെ പിന്നെ പുള്ളിക്കാരന് ആദ്യം കണ്ടപ്പോൾ പറഞ്ഞ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നിട്ട് നമുക്കതിനനുസരിച്ചിട്ട് മാറ്റാമെന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് അവർ പറഞ്ഞു തന്ന ബില്ല് എത്രയാണെന്നറിയോ? 10,000 രൂപൻ്റെ ബില്ലാണ് എനിക്ക് തന്നിട്ടുള്ളത്. എന്നിട്ട് എന്നോട് പറഞ്ഞ് ഇത്രയും എമൗണ്ടിൻ്റെ സാധനങ്ങൾ മാറ്റാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ഷോക്കായി. കാരണം കാറല്ല, സ്കൂട്ടിയാണ്. 10,000 രൂപൻ്റെ സാധനങ്ങൾ മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഷോക്കാവുമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓയിലും ചേഞ്ച് ആക്കി തന്ന് മീറ്റർ കേബിൾ മാറ്റി തന്ന്. അപ്പോൾ അവർ പറഞ്ഞ് ആക്സിലേറ്ററിൻ്റെ അവിടെയുള്ള ഒരു വയറ് പോയിട്ടുണ്ട്, അതെന്തായാലും മാറ്റണം എന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ വണ്ടിക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ അത് മാറ്റിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒന്നാമത് ആൾക്കാരായിട്ട് സംസാരിച്ച് ശീലമില്ല, സംസാരിക്കാൻ അറിയില്ല. എന്നെ മാക്സിമം ഒഴിഞ്ഞു മാറില്ലാന്ന്, എനിക്ക് സംസാരിച്ച് നേടാൻ അറിയില്ല. അങ്ങനെ ആൾ കുറേ മണിക്കൂർ നമ്മൾ അടിയിരുത്തി. ഞാൻ ആദ്യമേ വിളിച്ച് പറഞ്ഞതായിരുന്നു വേഗം വിടണം എന്നില്ല കാര്യം, കാരണം പിള്ളേരാക്കിയിട്ടാണല്ലോ പോണത്. അപ്പോൾ 4 മണിക്കാണ് നമ്മൾ ഫുഡും കഴിക്കണത്. 4 മണിക്കാണ് ആൾ വണ്ടി ആയി എന്ന് പറഞ്ഞിട്ട് തരുന്നത്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ് ജസ്റ്റ് വണ്ടി ഒന്ന് ചെരിവുണ്ട്, നിങ്ങൾ വരുമ്പോൾ അങ്ങനെ ഉണ്ടായിനോ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് തന്നെ തന്നേന്ന് പറഞ്ഞു. അങ്ങനെ ബില്ലൊക്കെ ഞാൻ പേ ചെയ്ത് ഞാൻ എന്താക്കി ഇവിടുന്ന് പോയി. ഞാൻ അവിടുന്ന് പോയ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ കംപ്ലൈൻ്റ് ഉണ്ടല്ലോ, വണ്ടിയും കൊണ്ട് വന്നത് മീറ്റർ കേബിൾ മാറ്റാനാണല്ലോ, ആളത് മാറ്റിയിട്ടില്ല. ഞാൻ എന്നിട്ട് ഇപ്പം തന്നെ സമയം 4:45 അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി അവരോട് പറഞ്ഞു ഞാൻ വന്നത് ഇതിനാണ് മീറ്റർ കേബിൾ മാറ്റാനാണ്. പിന്നെ ആൾ പറഞ്ഞു അത് വലിയ പ്രശ്നമില്ല, കാര്യമൊന്നുമല്ല. പ്രശ്നമില്ല കാര്യമാണോ അല്ലോ എന്നുള്ളത് എനിക്കല്ലേ അറിയൂ, അപ്പം അതുകൊണ്ടല്ലേ ഞാൻ വന്നതിനല്ലേ. അപ്പോൾ ആളത് മാറ്റി തരണമല്ലോ. അങ്ങനെ റാസിക്കായിട്ട് സംസാരിച്ച് അവരുമായിട്ട് കുറേ സമയം സംസാരിച്ച്. ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് സംസാരിക്കാനാവില്ല, എനിക്ക് അതിനുള്ള ധൈര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ സംസാരിച്ചോ പറഞ്ഞിട്ട് റാസിക്കായിട്ട് സംസാരിച്ച് കുറേ സമയം ഞാൻ അവിടെ ഇരുന്ന് ടയേർഡായി, തലവേദന എടുക്കാൻ തുടങ്ങി എനിക്ക്. ഞാൻ ഇവരോട് പറയുന്ന സമയത്തില്ലേ അവരതൊരു പ്രശ്നമായിട്ട് എടുക്കുന്നില്ല, അവർക്കതൊരു കുഴപ്പമില്ല. അവർ പറഞ്ഞത് പ്രശ്നമില്ല, സാധനമല്ല, അപ്പോൾ പിന്നെ അതിപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ പോയത് തന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ പിന്നെ അത് ചെയ്യാണ്ട് തിരിച്ചു വരാൻ പാടില്ലല്ലോ. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഫുള്ള് വണ്ടിയൊക്കെ കംപ്ലീറ്റ് ആയി ചിളക്കി രണ്ടാമത് അവർ വീണ്ടും പണി തുടങ്ങി. അങ്ങനെ ഞാൻ അവിടുന്ന് കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ വണ്ടീൻ്റെ ആ ഒരു ചില പരിപാടികളൊക്കെ അവർ തട്ടിപ്പാക്കിയെങ്കിലും ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.